ഓ, നെഗറ്റീവ് 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 പഠിക്കാനിരിക്കുമ്പോഴേ നെഗറ്റീവ് ചിന്തകളാണ്. ഈ പരീക്ഷ തോക്കോ, സിലബസ് ഒക്കെ പഠിച്ച് തീരുവോ? എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. പഠിക്കാനുള്ള കഴിവില്ല, റിവിഷൻ നടത്താനുള്ള കഴിവില്ല. ഈ പരീക്ഷകളൊക്കെ ജയിക്കണമെങ്കിൽ ഭാഗ്യം വേണം. എനിക്ക് ഭാഗ്യമില്ല. ഇതുപോലെയുള്ള കാക്കത്തൊള്ളായിരം നെഗറ്റീവ് ചിന്തകളെ അതിജീവിച്ചാണ് ഓരോ PSC UPSC ഉദ്യോഗാർത്ഥികളും പഠിക്കാൻ ശ്രമിക്കുന്നത്. ഈ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ വന്ന് കുമിഞ്ഞു കൂടുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റീവായി പഠിക്കാൻ പറ്റത്തില്ല. ഇതിനെന്താണ് ഒരു പരിഹാരം? ഇതൊന്ന് സോൾവ് ചെയ്തെങ്കിൽ മാത്രമല്ലേ നമുക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. മേഹൂന, ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, ഈ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും ഓടി ഒളിക്കാൻ ശ്രമിക്കരുത്. അത് നിങ്ങളെ ഓടിച്ചിട്ട് പിടിക്കും. അതിന് പകരം അതിനെ ഫേസ് ടു ഫേസ് കൺഫ്രണ്ട് ചെയ്യുക, നേരിടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നേരിടാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പല സൈക്കോളജിക്കൽ ടെക്നിക്സും ഉണ്ട്. ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്, എന്ത് നെഗറ്റീവ് ചിന്തകളാണോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പണ്ട് എഴുതിയ ഒരു പരീക്ഷ, അത് നിങ്ങൾ തോറ്റുപോയി കാണും. ആ ചിന്തകളും വിഷ്വൽസ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ട്രോമയായിരിക്കും. അത്തരത്തിൽ നിങ്ങളെ വേട്ടയാടുന്ന ഏതെങ്കിലും നെഗറ്റീവ് എക്സ്പീരിയൻസുകൾ, ആ ചിന്തകൾ, വിഷ്വൽസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രോമയിൽ നിന്നും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പുറത്തുവരാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ പേനയും പേപ്പറും എടുത്ത് അത് എഴുതുക. നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളൊക്കെ എഴുതി വെക്കുക. എഴുത്ത് നമുക്ക് ക്ലാരിറ്റി വരും. ഞാനൊരു മണ്ടനാണ് എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് ഇതിന് പ്രൂഫ് എന്താണെന്നുള്ള രീതിയിൽ ആലോചിച്ചു തുടങ്ങും. എനിക്ക് പഠിക്കാനുള്ള കഴിവില്ല എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ, ആ എഴുതുന്ന വായിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് അത് അനലൈസ് ചെയ്യും. അത് ഫാക്ച്വലി റോങ് ആണ് എന്നുള്ള കാര്യം നമുക്ക് തന്നെ സ്വയം ബോധ്യപ്പെടുത്താൻ പറ്റും. അങ്ങനെ നിങ്ങൾ എഴുതിയ നെഗറ്റീവ് ചിന്തകൾ ഓരോന്നും വെട്ടി അതിന്റെ പോസിറ്റീവ് സൈഡും എഴുതുക. ഉദാഹരണത്തിന്, എനിക്ക് മാത്സ് പഠിക്കാൻ പറ്റത്തില്ല എന്നാണല്ലോ നിങ്ങളുടെ ഒരു നെഗറ്റീവ് ചിന്ത. അത് എഴുതുക. അത് വെട്ടിയതിനു ശേഷം, ഞാൻ മാത്സ് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കുകയാണ് എന്ന് റീറൈറ്റ് ചെയ്യുക. എഴുത്ത് എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. നമ്മുടെ ഇന്നർ എഞ്ചിനീയറിംഗ്, നമ്മുടെ തലച്ചോറിന്റെ കെമിസ്ട്രി മാറ്റാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് എഴുത്ത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവ് ചിന്തകളുടെ ലൂപ്പിലേക്ക് നമ്മൾ പെട്ടുപോലെ, അവരെ ചുരുളിയിൽ പെട്ടതുപോലെയാണ്. ചിന്തിച്ച് 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 കാട് കയറി തിരിച്ചു വരാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. കണ്ണടച്ച് 10 മുതൽ 1 വരെ റിവേഴ്സിൽ എണ്ണുക. 10, 9, 8 ഇടയിൽ റിവേഴ്സിലേക്ക് എണ്ണി വരിക. അപ്പൊ ആ ലൂപ്പിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് നമുക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും. നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കണം. പലപ്പോഴും ഈ നെഗറ്റീവ് ചിന്തകൾ അത് റൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് നിന്നും നമ്മളോട് ഹാർഡ് ആവുന്നതിന്റെ ഭാഗമായിട്ടാണ്. പണ്ടൊരു പരീക്ഷയ്ക്ക് നിങ്ങൾ തോറ്റു കാണാം. അതിന്റെ പൂർണ്ണ ഉത്തരവാദി നിങ്ങളാണെന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ നിങ്ങളെ ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യും, മെന്റൽ അബ്യൂസ് നടത്തും. ഈ ഒരു മെന്റാലിറ്റിയിലാണ് നെഗറ്റീവ് ചിന്തകൾ തഴച്ചു വളരുന്നത്. സോ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളോട് നിങ്ങൾ തന്നെ ക്ഷമിച്ചു തുടങ്ങുമ്പോൾ, നിങ്ങളുടെ ഇംപെർഫെക്ഷൻസിനെ നിങ്ങൾ അംഗീകരിച്ചു തുടങ്ങുമ്പോൾ, ഒരു കൊച്ചു കുഞ്ഞിനെ കെയർ ചെയ്യുന്ന പോലെ നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്ത് തുടങ്ങുമ്പോൾ ഈ നെഗറ്റീവ് ചിന്തകൾക്ക് പിന്നെ അവിടെ നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ പോസിറ്റീവായി ചിന്തിച്ച് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും